ഇടവപ്പാതിയിലെ ആ മഴ ഭൂമി ശാന്തമാക്കി. എന്നാൽ കാലാവസ്ഥയുടെ പെട്ടെന്നുള്ള ഗതിമാറ്റത്തെ ഉൾക്കൊള്ളാൻ അപ്പുവിന്റെ ശരീരത്തിനായിരുന്നില്ല. അപ്പുവിന് മാത്രമല്ല, ഇല്ലത്തുള്ള ഏറെക്കുറെ ആർക്കും. ഇല്ലത്തുള്ള എല്ലാവർക്കും പനി വന്നപ്പോൾ ശുശ്രൂഷയുടെ ചുമതല എത്തിയത് ആയുർവേദ വൈദ്യപാരമ്പര്യമുള്ള ലേഖാമ്മയുടെ മേലെയായിരുന്നു. അസുഖങ്ങൾ വരുമ്പോൾ മാത്രം താൻ പറയുന്ന ചിട്ടകൾ അനുസരിക്കുന്ന മുത്തശ്ശൻ മുതൽ അപ്പു വരെയുള്ള 3 തലമുറകളോടെ ലേഖാമ്മ പറഞ്ഞു. അപ്പുവിന് പനി വന്നത് പുതുമഴ നനഞ്ഞതുകൊണ്ടാണെന്ന് പറയാം. പക്ഷെ മുത്തശ്ശനും മുത്തശ്ശിക്കും ദേഹാസ്വാസ്ഥ്യം തുടങ്ങിയത് വർഷകാലം വരുമ്പോൾ ശരിയായ ചിട്ടകൾ കാത്തു സൂക്ഷിക്കാത്തത് കൊണ്ട് മാത്രമാണ്. എന്താണ് ഈ പറയുന്നതെന്ന് മനസ്സിലാകാതെ കണ്ണുമിഴിച്ചിരുന്ന അപ്പുവിനോടെ ലേഖാമ്മ പറഞ്ഞു കൊടുത്തു. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ആചാര്യന്മാർ കൃത്യമായ ദിനചര്യകളോട് കൂടിയാണ് ജീവിച്ചിരുന്നത്. വർഷകാലം വരുമ്പോൾ കാലാവസ്ഥയുടെ പെട്ടെന്നുള്ള മാറ്റം ശരീരത്തെ മോശമായി ബാധിക്കാതിരിക്കാൻ ശാരീരികാരോഗ്യത്തിന് ഏറെ ഗുണപ്രദമായ വർഷകാല ചികിത്സയോടൊപ്പം പോഷക ഗുണങ്ങളും ഔഷധ ഗുണങ്ങളും നിറഞ്ഞ വിശിഷ്ട ആയുർവേദ കൂട്ടുകൾ കൊണ്ട് നിർമ്മിച്ച ഔഷധക്കഞ്ഞിയും സേവിച്ചിരുന്നു. അത് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്നതിനും ചൂടിൽ നിന്നും കാലാവസ്ഥ തണുപ്പിലേക്ക് വഴിമാറുമ്പോൾ വന്നേക്കാവുന്ന വ്യാധികളിൽ നിന്നും ഒരു കവചമായും ശരീരത്തെ സംരക്ഷിച്ചിരുന്നു. കാലങ്ങൾ കടന്നുപോയപ്പോൾ പൂർവികർ ഉപയോഗിച്ച ഔഷധക്കഞ്ഞിയുടെ കൂട്ടുകൾ പുതിയ തലമുറയ്ക്ക് കണ്ടെത്താൻ സാധിക്കാതെ പോയപ്പോൾ മുതലാണ് കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാവുന്ന അസ്വസ്ഥതകൾ നമ്മൾ ഉൾപ്പെടെയുള്ള മനുഷ്യർ അനുഭവിച്ചു തുടങ്ങിയത്. അതോടെ രോഗമില്ലാതിരുന്നവർ പോലും രോഗിയായി മാറി തുടങ്ങി. എന്നാൽ ഗുരുശിഷ്യ സമ്പത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട ഒരു പരമ്പര ഇന്ന് സാധാരണക്കാരുടെ ക്ഷേമത്തിനായും ആരോഗ്യത്തിനായും ആ കൂട്ട് മാനവരാശിക്കായി സമർപ്പിച്ചിരിക്കുന്നു. അതിനെയും കണ്ടില്ലെന്ന് നടിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്ന തെറ്റ്. ശാന്തിഗിരി, ഫൈൻഡ് ദ റൂട്ട്സ് ഓഫ് ട്രഡീഷണൽ മെഡിസിൻ.